ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയറുന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 13. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 25ഉം 26ഉം അധ്യായങ്ങൾ, ജോബ് അധ്യായങ്ങൾ 15ഉം 16ഉം, സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ. നമുക്ക് വചന വായന ആരംഭിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 25. അബ്രാഹം കെത്തൂറ എന്നു പേരുള്ള ഒരു സ്ത്രീയെ കൂടി വിവാഹം ചെയ്തിരുന്നു. സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യോക്ഷാൻ ഷെബാനും ദദാനും ജന്മം കൊടുത്തു. ദദാന്റെ സന്തതികളായിരുന്നു അഷൂറിയും, ലത്തൂഷിയും, ലവൂമിയും എന്നിവർ. മിദിയാന്റെ സന്തതികൾ ഏഫ, ഏഫർ, ഹാനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവരെല്ലാവരുമായിരുന്നു കെത്തൂറായുടെ സന്തതികൾ. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം സമ്മാനങ്ങൾ നൽകി. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെയെല്ലാം തൻ്റെ മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് പറഞ്ഞയച്ചു. അബ്രാഹം പൂർത്തിയാക്കിയ ആയുഷ്കാലം 175 വർഷമായിരുന്നു. അബ്രാഹം മന്ത്യശ്വാസം വലിച്ചു. വാർദ്ധക്യത്തിൻ്റെ തികവിൽ വയോധികനും സംതൃപ്തനുമായി മരിച്ച് അവൻ തൻ്റെ ജനങ്ങളോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും ഒരുമിച്ച് മാമ്രയ്ക്കടുത്ത് ഹിത്യനായ സോഹാറിൻ്റെ പുത്രൻ എഫ്രോണിൻ്റെ പറമ്പിലെ മക്പല ഗുഹയിൽ അവനെ സംസ്കരിച്ചു. ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതാണ് ആ പറമ്പ്. അവിടെയാണ് അബ്രാഹവും അവൻ്റെ ഭാര്യ സാറായും സംസ്കരിക്കപ്പെട്ടത്. അബ്രാഹത്തിൻ്റെ മരണശേഷം അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർലഹായ് റോയിയുടെ സമീപത്ത് പാർത്തു. അബ്രാഹത്തിനായി സാറായുടെ ഈജിപ്തുകാരി പരിചാരിക ഹാഗാർ പ്രസവിച്ച അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസ്മായേലിൻ്റെ തലമുറകൾ ഇവയാണ്. ജനനക്രമമനുസരിച്ച് ഇസ്മായേലിൻ്റെ മക്കളുടെ പേര് വിവരം: ഇസ്മായേലിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ദൂമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ. ഇവരാണ് ഇസ്മായേലിൻ്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും താമസസ്ഥലങ്ങളും അനുസരിച്ച് അവരുടെ ജനതകളുടെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായേലിൻ്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിച്ച് മരിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നു. ഈജിപ്തിന് മുമ്പിൽ അസീറിയയിലേക്കുള്ള ദിശയിൽ ഹവീല മുതൽ ഷൂർ വരെ അവർ കുടിപാർത്തു. അവൻ തൻ്റെ സഹോദരന്മാർക്കെല്ലാം മുമ്പിൽ താമസിച്ചു. അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കിൻ്റെ തലമുറകൾ ഇവയാണ്. അബ്രാഹാം ഇസഹാക്കിന് ജന്മം കൊടുത്തു. പദാനാരാമിൽ നിന്നുള്ള അരമായനായ ബെത്തുവേലിൻ്റെ പുത്രിയും അരമായനായ ലാബാന്റെ സഹോദരിയുമായ റെബേക്കായെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ഇസഹാക്കിന് 40 വയസ്സായിരുന്നു. ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചു. കാരണം അവൾ വന്ധ്യയായിരുന്നു. കർത്താവ് അവൻ്റെ യാചന കേൾക്കുകയും അവൻ്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിക്കുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് പുത്രന്മാർ മല്ലിട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് എന്തിനാണ്? അവൾ കർത്താവിൻ്റെ പക്കൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയി. കർത്താവ് അവളോട് അരുൾ ചെയ്തു, 2 ജാതികൾ നിന്റെ ഉദരത്തിൽ, 2 ജനതകൾ നിന്റെ ഉള്ളിൽ വെച്ച് വേർതിരിക്കപ്പെടും. ഒരു ജനത മറ്റേ ജനതയേക്കാൾ ശക്തമാകും. മൂത്തവൻ ഇളയവനെ സേവിക്കും. അവളുടെ പ്രസവകാലം പൂർത്തിയായപ്പോൾ ഇതാ അവളുടെ ഉദരത്തിൽ ഇരട്ടകൾ. ഒന്നാമൻ പുറത്തു വന്നു. അവൻ ചെമന്നിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം പോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവൻ്റെ കരം ഏസാവിൻ്റെ കുതികാലിൽ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് പേര് വിളിച്ചു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നപ്പോൾ ഏസാവ് നായാട്ടിൽ സമർത്ഥനും വനപ്രദേശ മനുഷ്യനുമായിരുന്നു. യാക്കോബാകട്ടെ കൂടാരങ്ങളിൽ പാർക്കുന്ന പ്രശാന്തനും.
നായാട്ടിറച്ചി തനിക്ക് രുചികരമാകയാൽ ഇസഹാക്ക് ഏസാവിനെ സ്നേഹിച്ചു. എന്നാൽ റബേക്ക യാക്കോബിനെയാണ് സ്നേഹിച്ചത്. ഒരിക്കൽ യാക്കോബ് പായസം പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഏസാവ് വയലിൽ നിന്ന് വന്നു. അവൻ അവശനായിരുന്നു. ഏസാവ് യാക്കോബിനോട് പറഞ്ഞു, ആ ചുമന്നിരിക്കുന്നതിൽ നിന്ന് എനിക്ക് തിന്നാൻ തരിക, കാരണം ഞാൻ അവശനായിരിക്കുന്നു. തന്മൂലം അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പറഞ്ഞു, ഇപ്പോൾ തന്നെ നിന്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിൽക്കുക. ഏസാവ് പറഞ്ഞു, ഞാനിതാ ചാകാൻ പോകുന്നു, ഈ കടിഞ്ഞൂലവകാശം എനിക്ക് എന്തിന്? യാക്കോബ് പറഞ്ഞു, ഇപ്പോൾ തന്നെ എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് അവനോട് ശപഥം ചെയ്ത് തൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏസാവിന് അപ്പവും പയറ് പായസവും നൽകി. തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് അവൻ എഴുന്നേറ്റുപോയി. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം അവമതിച്ചു. ഉൽപ്പത്തി അധ്യായം 26. നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി. മുമ്പൊരിക്കൽ അബ്രാഹത്തിൻ്റെ നാളുകളിലുണ്ടായ ക്ഷാമത്തിന് പുറമെയായിരുന്നു ഇത്. ഇസഹാക്ക് ഗരാറിലേക്ക് ഫിലിസ്തീനയുടെ രാജാവായ അബിമേലെക്കിൻ്റെ പക്കലേക്ക് പോയി. കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തിരുന്നു, ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് പറയുന്ന നാട്ടിൽ കുടിപാർക്കുക. ഈ നാട്ടിൽ തൽക്കാല വാസം ചെയ്യുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്കും നിന്റെ സന്തതിക്കുമായി ഈ ദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ശപഥം ഞാൻ ഉറപ്പിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം നിന്റെ സന്തതിക്ക് ഞാൻ നൽകും. ഭൂമിയിലെ എല്ലാ ജനതകളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ അനുശാസനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും പാലിക്കുകയും ചെയ്തു. അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. കാരണം റബേക്ക കാണാൻ അഴകുള്ളവളായതുകൊണ്ട് അവൾ നിമിത്തം അന്നാട്ടുകാർ അവനെ കൊന്നുകളയാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ അവൻ ഭയപ്പെട്ടു. അവൻ കുറെ കാലം അവിടെ താമസമാക്കി. ഒരിക്കൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമേലെക്ക് ജാലകത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഇതാ ഇസഹാക്ക് ഭാര്യ റബേക്കായെ പുണരുന്നത് കണ്ടു. അബിമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, അവൾ തീർച്ചയായും നിന്റെ ഭാര്യയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവൾ എൻ്റെ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത്? ഇസഹാക്ക് അവനോട് പറഞ്ഞു, അവൾ മൂലം ഞാൻ മരിക്കാതിരിക്കേണ്ടതിനാണ് അങ്ങനെ പറഞ്ഞത്. അബിമേലെക്ക് ചോദിച്ചു, ഇതെന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും അബദ്ധവശാൽ നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ നീ കുറ്റം വരുത്തുകയും ചെയ്യുമായിരുന്നു. അതേ തുടർന്ന് അബിമേലെക്ക് എല്ലാ ജനങ്ങളോടും ഇപ്രകാരം കൽപ്പിച്ചു, ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ നിശ്ചയമായും മരിക്കും. ഇസഹാക്ക് ആ നാട്ടിൽ വിതയ്ക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി നേടുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ട് വളരെ വലിയവനാകുന്നതുവരെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു. അവന് സ്വന്തമായി ആടുമാടുകളും വലിയൊരു പരിചാരക വൃന്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് പിതാവിൻ്റെ വേലക്കാർ കുഴിച്ച എല്ലാ കിണറുകളും ഫിലിസ്ത്യർ ഉപരോധിക്കുകയും പൂഴിയിട്ട് നികത്തുകയും ചെയ്തു. അബിമേലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക. എന്തെന്നാൽ നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പോയി ഗരാർ നീർച്ചാലിനടുത്ത് താവളമടിച്ച് അവിടെ താമസമാക്കി. തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രാഹത്തിൻ്റെ മരണശേഷം ഫിലിസ്ത്യർ ഉപരോധിച്ചതുമായ വെള്ളമുള്ള കിണറുകളെല്ലാം ഇസഹാക്ക് പുതുക്കി കുഴിച്ചു. തൻ്റെ പിതാവ് നൽകിയിരുന്ന പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. നീർച്ചാലിനടുത്ത് കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ നീരുറവുള്ള ഒരു കിണർ കണ്ടെത്തി. അപ്പോൾ ഗരാറിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുമായി തർക്കിച്ചു. അവർ അവനോട് വഴക്കടിച്ചതിനാൽ അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെ പ്രതിയും അവർ തർക്കിച്ചു. അവൻ അതിനെ സിത്ന എന്ന് വിളിച്ചു. അവൻ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി വേറൊരു കിണർ കുഴിച്ചു. എന്നാൽ അതിൻ്റെ പേരിൽ അവർ കലഹിച്ചില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇടം വിസ്തൃതമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭൂമിയിൽ പെരുകും. അവിടെ നിന്ന് അവൻ ബേർഷേബയിലേക്ക് കയറി. ആ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവൻ അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ തൻ്റെ കൂടാരം അടിച്ചു. ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗരാറിൽ നിന്ന് അബിമേലെക്ക് തൻ്റെ സ്നേഹിതനായ അഹൂസത്തും
സേനാധിപനായ ഫിക്കോളുമൊത്ത് അവൻ്റെ അടുത്ത് ചെന്നു. ഇസഹാക്ക് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്? നിങ്ങൾ എന്നെ വെറുക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തതാണല്ലോ. അവർ പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടെയുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി കാണുന്നു. അതിനാൽ നമുക്കിടയിൽ, നിനക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു പ്രതിജ്ഞയാകട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ നിന്നോട് ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളോട് തിന്മ ചെയ്യരുത്. നീ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവർ അതിരാവിലെ എഴുന്നേറ്റ് അന്യോന്യം ശപഥം ചെയ്തു. ഇസഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിൻ്റെ കാര്യം അവനോട് വിവരിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടെത്തിയെന്ന് അവർ അവനെ അറിയിച്ചു. അവൻ അതിനെ ഷേബ എന്ന് വിളിച്ചു. അതിനാൽ ഇന്നുവരെയും ആ പട്ടണത്തിന് ബേർഷേബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ എലോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവരാകട്ടെ ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും മനസ്സിന് കയ്പായി തീർന്നു. ജോബ് അധ്യായം 15. തേമാൻകാരനായ എലീഫാസ് മറുപടിയായി പറഞ്ഞു, പൊള്ളയായ അറിവാണ് ഞാനീ പ്രത്യുത്തരിക്കുന്നത്. കിഴക്കൻ കാറ്റുകൊണ്ട് അവൻ വയർ നിറയ്ക്കുന്നു. പ്രയോജനമില്ലാത്ത വാക്കിനെ ചൊല്ലി അവൻ വിവാദമുണ്ടാക്കുമോ? അവയിൽ തന്നെ ഗുണമില്ലാത്ത വചസ്സുകളെ ചൊല്ലിയും. നിന്റെ കാര്യമോ, നീ ഭക്തി വെടിഞ്ഞിരിക്കുന്നു. തമ്പുരാന്റെ സാന്നിധ്യാവബോധവും കൈവെടിഞ്ഞു. നിന്റെ അകൃത്യമാണല്ലോ നിന്റെ അധരത്തെ അഭ്യസിപ്പിക്കുന്നത്. സൂത്രശാലികളുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നിന്റെ വായു തന്നെയാണ് നിന്നെ ദുഷ്ടനാക്കുന്നത്. നിന്റെ അധരങ്ങൾ തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. ആദ്യ മനുഷ്യനായാണോ നീ ജനിച്ചത്? കുന്നുകൾക്ക് മുമ്പേ നീ ആവിർഭവിച്ചുവോ? ദൈവത്തിൻ്റെ ആലോചനാസഭയിൽ നീ ശ്രോതാവായിരുന്നോ? ജ്ഞാനം നിന്നിലേക്ക് തന്നെ നീ ഒതുക്കിയെടുത്തോ? ഞങ്ങളറിയാത്ത എന്താണ് നീ അറിയുന്നത്? ഞങ്ങൾക്ക് വഴങ്ങാത്തത് നിനക്ക് മനസ്സിലാകുമെന്നോ? നരച്ചവനും കിഴവനും ഞങ്ങളുടെ ഇടയിലുണ്ട്, നിന്റെ പിതാവിനേക്കാൾ പ്രായമേറിയവർ തന്നെ. ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോടുള്ള സൗമ്യവചനവും നിനക്ക് തികയുന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയം നിന്നെ കീഴ്പ്പെടുത്തുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ചിമ്മുന്നത്? നിന്റെ വായിൽ നിന്ന് നീ വചസ്സുകൾ പൊഴിച്ച് ദൈവത്തിന് നേർക്ക് നിന്റെ ക്ഷോഭം തിരിച്ചുവിടുന്നല്ലോ. ശുദ്ധിയുള്ളവനായിരിക്കാൻ മനുഷ്യൻ എന്താണ്? സാധൂകരിക്കപ്പെടാൻ നാരീജാതനും. നോക്കൂ, തൻ്റെ വിശുദ്ധരിൽ പോലും അവിടുന്ന് വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടികളിൽ സ്വർഗവും ശുദ്ധിയുള്ളതല്ല. അപ്പോൾ എങ്ങനെയാണ് മ്ലേച്ഛനും ദുഷിച്ചവനും വെള്ളം പോലെ തിന്മ പാനം ചെയ്യുന്നവനുമായ വ്യക്തി? ഞാൻ നിന്നോട് പറയാം, എന്നെ ശ്രവിക്കുക. ഞാൻ ദർശിച്ചിട്ടുള്ള ഇക്കാര്യം ഞാൻ വിശദമാക്കാം. അത് ജ്ഞാനികൾ വർണ്ണിച്ചതും അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ഗുപ്തമല്ലാത്തതുമാണ്. അവർക്ക് മാത്രമാണ് ദേശം നൽകപ്പെട്ടത്. അന്യൻ അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല. ദുഷ്ടന്റെ ദിനങ്ങൾ മുഴുവൻ അവൻ വേദനയിൽ പുളയുന്നു. അക്രമിക്ക് നിർണയിക്കപ്പെട്ട വർഷങ്ങളുടെ സംഖ്യയും അവൻ്റെ ചെവികളിൽ ഭീകരതകളുടെ മുഴക്കമാണ്. സമാധാനത്തിലായിരിക്കെ അവനെ വിനാശകൻ കൊണ്ടുപോകും. അന്ധകാരത്തിൽ നിന്ന് തിരിച്ചു വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയെന്ന് ചോദിച്ച് ആഹാരത്തിനായി അവൻ അലയുന്നു. അന്ധകാരദിനം തൻ്റെ കയ്യിൽ തയ്യാറായെന്ന് അവൻ അറിയുന്നു. അസ്വാസ്ഥ്യവും ആകുലതയും അവനെ ഭീതിപ്പെടുത്തുന്നു. ആക്രമണ സജ്ജനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ തൻ്റെ കൈനീട്ടുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. തൻ്റെ പരിചപ്പകിട്ടിൻ്റെ ഉറപ്പിൽ അവൻ കഴുത്തുയർത്തി അവിടുത്തെ നേർക്ക് പാഞ്ഞു ചെല്ലുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ മേധസ്സുകൊണ്ട് മുഖം മറച്ചിരിക്കുന്നു. അരക്കെട്ടിൽ കൊഴുപ്പുണ്ടാക്കിയിരിക്കുന്നു. വിജനമാക്കപ്പെടേണ്ട നഗരങ്ങളിലും ആർക്കും വാസയോഗ്യമല്ലാത്ത പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശക്കൂമ്പാരമാകാൻ ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല. അവൻ്റെ ധനം നിലനിൽക്കുകയില്ല. അവയുടെ സമ്പത്ത് അവൻ നാടിന് വെച്ചു നീട്ടില്ല. അവൻ അന്ധകാരത്തിൽ നിന്ന് പിന്മാറുകയില്ല. അഗ്നിജ്വാല അവൻ്റെ ശാഖ ഉണക്കിക്കളയും. അവിടുത്തെ വായുടെ കാറ്റുകൊണ്ട് അവൻ വേർപിരിയും. അവൻ്റെ പ്രതിഫലം വ്യർത്ഥമായിരിക്കുമെന്നതുകൊണ്ട് അവൻ സ്വയം വഞ്ചിച്ച് വ്യർത്ഥത്തിൽ വിശ്വാസമർപ്പിക്കാതിരിക്കട്ടെ. അവൻ്റെ ദിനം പൂർത്തിയാകാതെ അവൻ്റെ ശാഖ പച്ചപ്പണിയില്ല. മുന്തിരിച്ചെടി പോലെ അവൻ തൻ്റെ അബക്കഫലം കൊഴിക്കും. ഒലിവുമരം പോലെ അവൻ തൻ്റെ പൂ പൊഴിക്കും. എന്തെന്നാൽ കളങ്കിത സംഘം വന്ധ്യമാണ്. കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നി വിഴുങ്ങും. അവരുടെ ഗർഭപാത്രം വഞ്ചന തയ്യാറാക്കുന്നത് ദ്രോഹം ഗർഭം ധരിച്ച് അകൃത്യം പ്രസവിക്കാനാണ്. ജോബ് അധ്യായം 16. ജോബ് മറുപടിയായി പറഞ്ഞു, ഇതുപോലെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ശോചനീയരായ സാന്ത്വകരാണ്. പൊള്ള വാക്കുകൾ കരുതിയില്ലേ? അല്ലെങ്കിൽ പ്രത്യുത്തരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്?
നിങ്ങളുടെ ജീവൻ എൻ്റെ ജീവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഞാൻ തന്നെയും സംസാരിച്ചേനെ. നിങ്ങൾക്കെതിരെ ഞാൻ വചസ്സുകൾ കൊണ്ട് മായാജാലമൊരുക്കുമായിരുന്നു. നിങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ തലകുലുക്കുമായിരുന്നു. എൻ്റെ വായ് കൊണ്ട് നിങ്ങളെ ഞാൻ ധൈര്യപ്പെടുത്തുമായിരുന്നു. എൻ്റെ അധരങ്ങളുടെ ചേഷ്ട പിൻവലിയുമായിരുന്നു. ഞാൻ സംസാരിച്ചാൽ എൻ്റെ വേദന പിൻവലിക്കപ്പെടുകയില്ല. ഞാൻ സംസാരം നിർത്തിയാലും എന്നിൽ നിന്ന് അത് എത്രമാത്രം വിട്ടുമാറും. അങ്ങിപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ സംഘത്തെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു. ഒരു സാക്ഷ്യമാകത്തക്ക വിധം അങ്ങനെ ശോഷിപ്പിച്ചു. എൻ്റെ ആരോഗ്യക്ഷയം എനിക്കെതിരെ എഴുന്നേറ്റ് എനിക്കെതിരായി തെളിവ് നൽകുന്നു. അവിടുത്തെ കോപം എന്നെ ചീന്തിക്കളയുകയും എന്നെ പീഡിപ്പിക്കുകയും ചെയ്തു. എനിക്കെതിരെ അത് പല്ലുകൾ ഇറുമി. എൻ്റെ പ്രതിയോഗി എൻ്റെ നേരെ തൻ്റെ കണ്ണുകൾ മൂർച്ചയുള്ളതാക്കുന്നു. അവർ തങ്ങളുടെ വായ് കൊണ്ട് എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അപമാനം കൊണ്ട് എൻ്റെ ചെകിടുകളിൽ അടിച്ചു. അവർ എനിക്കെതിരെ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഒരു വഷളന് ദൈവം എന്നെ വിട്ടുകൊടുക്കുകയാണ്. ദുഷ്ടന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ സ്വസ്ഥനായി കഴിയുകയായിരുന്നു, എന്നാൽ അവിടുന്ന് എന്നെ അടിച്ചമർത്തി. എൻ്റെ കഴുത്തിന് പിടിച്ച് അവിടുന്ന് എന്നെ അടിച്ച് തരിപ്പണമാക്കി. തനിക്കൊരു ഉന്നമായി അവിടുന്ന് എന്നെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്യുന്നു. അവിടുന്ന് എൻ്റെ ആന്തരാവയവങ്ങൾ നിർദാക്ഷിണ്യം നുറുക്കുന്നു. അവിടുന്ന് എൻ്റെ പിത്തനീര് നിലത്തൊഴുക്കിക്കളയുന്നു. അവിടുന്ന് എന്നെ മേൽക്കുമേൽ മുറിവിനാൽ തകർക്കുന്നു. ഒരു യോദ്ധാവിനെ പോലെ അവിടുന്ന് എനിക്കെതിരെ പാഞ്ഞെടുക്കുന്നു. എൻ്റെ ചർമ്മത്തിന്മേൽ ഞാൻ ചാക്ക് തുന്നിക്കൂട്ടി. എൻ്റെ കൊമ്പ് ഞാൻ പൊടിയിലാഴ്ത്തി. എൻ്റെ കരച്ചിൽ മൂലം എൻ്റെ മുഖം വീങ്ങി. എൻ്റെ കൺപോളകളിൽ കരിവാളിപ്പ്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ കൈപ്പത്തികളിൽ അക്രമമില്ല. എൻ്റെ പ്രാർത്ഥന ശുദ്ധിയുള്ളതാണ്. ഭൂമിയെ നീ എൻ്റെ രക്തം മറച്ചു കളയരുതേ. എൻ്റെ വിലാപത്തിന് ഒരു വിശ്രമസ്ഥലമുണ്ടാകാതിരിക്കട്ടെ. ഇപ്പോഴും ഇതാ എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. എൻ്റെ ജാമ്യക്കാരൻ ഉന്നതങ്ങളിലും. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ മിഴി ദൈവത്തിങ്കലേക്ക് കണ്ണീരൊഴുക്കുന്നു. ഒരു മനുഷ്യപുത്രൻ തൻ്റെ സുഹൃത്തിനോടെന്ന വിധം മാനവന് വേണ്ടി ഒരാൾ ദൈവവുമായി വാദിച്ചിരുന്നെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നിശ്ചയമായും തിരിച്ചു വരികയില്ലാത്ത വഴിയെ ഞാൻ പോയിരിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 2 വാക്യങ്ങൾ 20 മുതൽ 22 വരെ. അതിനാൽ നീ നല്ലവരുടെ വഴിയിൽ നടക്കേണ്ടതിന് നീതിമാന്മാരുടെ മാർഗങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ സത്യസന്ധരാണ് ദേശം പാർപ്പിടമാക്കുന്നത്, പരിപൂർണരാണ് അതിൽ അവശേഷിക്കുന്നത്. ദുഷ്ടരാകട്ടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടും, വഞ്ചകർ അവിടെ നിന്ന് തൂത്തെറിയപ്പെടും. പ്രിയമുള്ളവരെ, ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും ദാമ്പത്യത്തിൻ്റെ 20 കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് ഏസാവും യാക്കോബും അവർക്ക് ജനിക്കുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള വൈരത്തിൻ്റെയും കലഹത്തിൻ്റെയും ചരിത്രം പിറവിയോടുകൂടി തന്നെ ആരംഭിക്കുന്നു എന്ന വിധത്തിലാണ് വായന. ജ്യേഷ്ഠൻ്റെ കുതികാലിൽ പിടിച്ചാണ് അനുജൻ പുറത്തു വരുന്നത്. ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം മക്കളെ തരംതിരിച്ച് സ്നേഹിച്ച മാതാപിതാക്കന്മാരെ നമ്മൾ പരിചയപ്പെടുന്നു എന്നതാണ്. നായാടിക്കൊണ്ടുവരുന്ന ഇറച്ചി ഭക്ഷിച്ച ഇസഹാക്ക് അത് കൊണ്ടുവന്ന ഏസാവിനെയും, എന്നാൽ അമ്മയായ റെബേക്ക ഇളയ മകനായ യാക്കോബിനെയും തരംതിരിച്ച് പക്ഷപാതപരമായി സ്നേഹിക്കുന്ന ഈ കഥ ഒടുവിൽ അത് മാതാപിതാക്കളെ കൊണ്ടുവന്നെത്തിക്കുന്നത് മക്കൾ തമ്മിലുള്ള നിരന്തരമായ കലഹത്തിലേക്കും മക്കളെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കുമാണ്. ആരെയാണോ നിങ്ങൾ പക്ഷപാതപരമായി ചേർത്ത് പിടിച്ചത് അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാതാപിതാക്കന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വചന വായന മുന്നോട്ട് നീങ്ങുന്നത്. നായാട്ട് കഴിഞ്ഞൊരിക്കൽ മടങ്ങിയെത്തിയ ഏസാവ് ക്ഷീണിതനും തളർന്നവനുമായിരുന്നതുകൊണ്ട് യാക്കോബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചുവന്ന പയറ് പായസത്തിനു വേണ്ടി അയാൾ തൻ്റെ കടിഞ്ഞൂലവകാശത്തെ നിസ്സാരമായി കരുതുന്നത് നമ്മൾ കാണുകയാണ്. ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും കഥ വായിക്കുമ്പോൾ 2 അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത് ജന്മാവകാശം അഥവാ കടിഞ്ഞൂലവകാശം. രണ്ടാമത്തേത് പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം. കടിഞ്ഞൂലവകാശം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു പിതാവിന് 2 ആൺമക്കളുണ്ടെന്നിരിക്കട്ടെ. അയാൾ അയാളുടെ സമ്പത്ത് വിഭജിക്കുന്നത് 2ആയിട്ടല്ല 3ആയിട്ടാണ്. ഈ 3 ഭാഗങ്ങളിൽ ആദ്യത്തെ 2 ഭാഗം അയാൾ മൂത്ത മകന് കടിഞ്ഞൂലവകാശി എന്ന നിലയിൽ നൽകുന്നു. അത് സൂചിപ്പിക്കുന്നത് ഇനി അയാളാണ് ഈ കുടുംബത്തിൻ്റെ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉടമസ്ഥനും കുടുംബത്തിൻ്റെ തലവനും കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള വ്യക്തിയും. രണ്ടാമത്തവന് ഈ 3ൽ 1 ഭാഗം മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. ഇതായിരുന്നു കടിഞ്ഞൂലവകാശത്തിൻ്റെ രീതി. രണ്ടാമത്തേത് അപ്പനിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അതിനെല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ് ഉണ്ടായിരുന്നതെങ്കിലും ഒരു പ്രത്യേക അനുഗ്രഹം മൂത്ത മകന് മാത്രമായി മാറ്റിവെച്ചിട്ടുള്ളതായിരുന്നു. ആദ്യജാതന് വേണ്ടി മാത്രം പിതാവ് നൽകുന്ന അനുഗ്രഹം.
ഇങ്ങനെ മക്കൾ അപ്പനിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹത്തിനകത്താണ് അഭിവൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹവും സന്താനലബ്ധിയും മറ്റ് ഭൗതിക നന്മകളുമെല്ലാം ഉൾപ്പെട്ടിരുന്നത്. ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശത്തെ നിസാരമായി കരുതുന്നു ഒരു പാത്രം പയറ് പായസത്തിനു വേണ്ടി. പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിട്ട് കളഞ്ഞ ഒരു ജനത്തെക്കുറിച്ച് ജെറമിയായെ പോലെയുള്ള പ്രവാചകന്മാർ വിലപിക്കുന്നത് നാം വായിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ശാശ്വതമല്ലാത്തവയ്ക്ക് വേണ്ടി, നിത്യമായതിനെ, നിലനിൽക്കുന്നതിനെ, നശിച്ചു പോകാത്തതിനെ പരിത്യജിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് ഏസാവിൻ്റെ കഥ. താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി മഹത്വം കൈവിട്ട് കളയുന്ന നമ്മൾ. ഗരാറിൽ അബിമേലെക്കിൻ്റെ നാട്ടിലേക്ക് ഇസഹാക്ക് പോകുന്നതായും അവിടെ അപ്പന് സംഭവിച്ച അതേ തെറ്റ് തൻ്റെ ഭാര്യയെ സഹോദരിയാണ് എന്ന് നുണ പറയേണ്ടി വരുന്ന അവസ്ഥ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നതായും നാം വായിക്കുന്നു. തലമുറകളിലൂടെ ഒരേ പാപം ആവർത്തിച്ച് അതിൻ്റെ ഭയാനകമായ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ വചനത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. പോയ കാലത്ത് കടന്നുപോയ തലമുറകൾ അവശേഷിപ്പിച്ച തിന്മകളെ തിരുത്തി മുന്നോട്ടു പോകുന്നതാണ് അനന്തര തലമുറകൾക്ക് വേണ്ടി ദൈവം കാത്തുവച്ചിരിക്കുന്ന സ്വപ്നം. ഈ അധ്യായത്തിൽ ഇസഹാക്ക് നിരവധി സന്ദർഭങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു, അനുഗ്രഹീതനാവുന്നു തുടങ്ങിയ സൂചനകൾ കാണാനായി കഴിയും. ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു. അബിമേലെക്ക് പറയുന്നു, നീ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. ഇസഹാക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവന് അഭിവൃദ്ധി ഉണ്ടാവുന്നു. ഇങ്ങനെ വിശ്വസ്തനായിരുന്ന ഒരപ്പൻ അവശേഷിപ്പിച്ച അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ കൈമുതൽ, മൂലധനം, ഭാഗധേയം ഇസഹാക്കിന് ജന്മാവകാശമായി ലഭിക്കുകയും അയാളത് അനുഭവിക്കുകയും ചെയ്യുന്നത് നാം വായിക്കുകയാണ്. വരാൻ പോകുന്ന തലമുറകളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ വിശ്വസ്തരായി ജീവിക്കുക എന്നുള്ളതാണ്. തലമുറകൾക്ക് വേണ്ടി നമുക്ക് അവശേഷിപ്പിക്കാനുള്ളത് നാം ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന നന്മകളുടെയും സുഹൃതങ്ങളുടെയും അനുഗ്രഹവും സമ്പത്തും അവർക്ക് കൈമാറിക്കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവയുടെ വലിയ ഒരു ചരിത്രം, വലിയ ഒരു നിക്ഷേപം ഉണ്ടാക്കുക എന്നതാണ്. ജോബിൻ്റെ കഥയിൽ വീണ്ടും തൻ്റെ നിസ്സഹായത, സ്നേഹിതന്മാർ തന്നെ സഹായിക്കാത്തതിൻ്റെ അമർഷം, ദൈവം തന്നെ കൈവിട്ട് കളഞ്ഞതിലുള്ള സങ്കടം, തൻ്റെ വേദനയുടെ ആധിക്യത്തിൽ അയാളിൽ നിന്ന് പുറത്തു വരുന്ന നിരാശയുടെ വാക്കുകൾ. സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും ജോബിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ ആരും തന്നെ നീതിമാനായി ഇല്ല, സ്വർഗം പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിർമ്മലമല്ല. നല്ല സമ്പർക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ നല്ല ദിശാബോധം നൽകി അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന് സുഭാഷിതങ്ങളിൽ നാം വായിച്ചെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഈ വചന വായനയിലൂടെ അനുഗ്രഹിക്കുന്നത് അറിയുമ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണ്, ദൈവത്തോട് നന്ദിയുള്ളവനാണ്. നിങ്ങളിപ്പോൾ ഈ വചനവായന കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചനശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഒരാളോടെങ്കിലും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാം. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഞാൻ ഡാനിയേലച്ചൻ അല്പസമയത്തേക്ക് വിടവാങ്ങുന്നു. യേശുവിന് മാത്രം മഹത്വവും ആരാധനയും. ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ.